ആദ്യമേ തന്നെ നമ്മൾ ഇമോഷണലായിട്ട് ഇന്നാവും ഉള്ളിലോട്ട്. മുത്തങ്ങ സമരം നമുക്ക് എല്ലാവർക്കും അറിയാം, 2003 അത് സംഭവിച്ചത്. അപ്പോൾ ഇത് സിനിമയ്ക്കകത്ത് ആ ഒരു സമരത്തിനെ എടുത്തിട്ട് അഭിനയങ്ങൾ സുരാജിൻ്റെ അഭിനയം അടിപൊളി, നല്ല പടം, നല്ല പടം കൊള്ളാം, നല്ല ഇമോഷണലാണ്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ഇമോഷണലായിട്ട് ഇന്നാവും ഉള്ളിലോട്ട്. അപ്പം അത്യാവശ്യം നല്ല മൂവിയാണ്. മേക്കിംഗ് ഒക്കെ നല്ല ഇതായിരുന്നു. പിന്നെ ട്രൈബലിനകത്തുള്ള അവർക്കുള്ള ആ ഒരു ഇമോഷണലൊക്കെ നമുക്ക് അവിടെ നിന്ന് ഫീൽ ആവും. പടം കൊള്ളാം, നല്ല മൂവിയാണ്. നന്നായിരുന്നു, പടം നന്നായിരുന്നു. എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സബ്ജക്റ്റ് വളരെ നന്നായിട്ടാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഒരു പൊളിറ്റിക്കൽ വിഷയമാണ്. കേരളത്തിൽ നടന്നൊരു ഇൻസിഡൻറ്റിനെ അതിൻ്റെ ഹിസ്റ്ററിയായിട്ട് ഡയറക്റ്റ് കണക്റ്റഡ് ആണോ എന്ന് അറിയില്ല, പക്ഷേ ആ സംഭവത്തെ നന്നായിട്ട് അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. സിനിമ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. എനിക്ക് നല്ല രീതിയിൽ വർക്കായ ഒരു സിനിമയാണ്. നല്ല രീതിയിൽ എന്ന് പറയുമ്പോഴത്തേക്കും കുറേ കൂടെ ഇമോഷണലി കണക്റ്റായ ഒരു സിനിമയാണെന്ന് ഇവിടെ പറയാം. ടൊവിനോ തോമസ് അവതരിപ്പിച്ച വർഗീസ് എന്ന ഒരു പോലീസുകാരൻ്റെ കഥാപാത്രത്തിലൂടെ, അതൊരു ഫിക്ഷണൽ കഥാപാത്രമാണ്. കഥാപാത്രത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിലൂടെയാണ് സിനിമയുടെ കഥ മൊത്തം പറഞ്ഞു പോകുന്നത്. മുത്തങ്ങ സമരം നമുക്ക് എല്ലാവർക്കും അറിയാം, 2003 അത് സംഭവിച്ചത്. അപ്പോൾ ഇത് സിനിമയ്ക്കകത്ത് ആ ഒരു സമരത്തിനെ എടുത്തിട്ട് അതിന് മീൻസ് അതൊരു തുടക്കത്തിൽ എല്ലാവരും എഴുതി കാണിക്കുന്നുണ്ട് ഇത് നടന്ന സംഭവങ്ങളായിട്ട് യാതൊരു ബന്ധമില്ലെങ്കിലും കറക്റ്റ് മുത്തങ്ങ സമരം തന്നെയാണ്. പക്ഷേ അതിൻ്റെ പേര് മാറ്റി വേറൊരു രീതിയിൽ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം എന്നുള്ളൊരു പോലീസ് ക്യാരക്ടർ നേരിടേണ്ടി വരുന്ന സംഘർഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമയിൽ കൂടുതലും പറഞ്ഞു പോകുന്നത്. അപ്പോൾ വളരെ മികച്ച രീതിയിലുള്ളൊരു പെർഫോമൻസ് തന്നെയാണ് ഇദ്ദേഹം നടത്തിയിരിക്കുന്നത്. അതുകൂടാതെ തന്നെ ഈ ഒരു ട്രൈബൽ അല്ലെങ്കിൽ അവരുടെ ഒരു വ്യഥകൾ പറയുന്നത് അത് നല്ല രീതിയിൽ നമുക്ക് വർക്കാവുന്നുണ്ട്. നമുക്ക് ഭൂമിയുടെ അവകാശികൾ എന്ന രീതിയിൽ അവരെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നതെല്ലാം വളരെ നല്ല രീതിയിലാണ്. ഒരു ട്രൈബൽ സോങ് ഇതിനകത്തുണ്ട്. ഓൾറെഡി ഈ സിനിമയിലെ പാട്ടുകളെല്ലാം ഹിറ്റ് ചാർട്ടിൽ ഉണ്ടായിരുന്നെങ്കിലും ഈ ഒരു ട്രൈബൽ സോങ് അതിന് വിഷ്വലൈസ് ചെയ്തിരിക്കുന്നത് വളരെ മികച്ച രീതിയിലായിരുന്നു. കൂടാതെ പെർഫോമൻസ് പറയുകയാണെങ്കിൽ ടൊവിനോ വളരെ നന്നായിട്ട് തന്നെ ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. കൂടാതെ സപ്പോർട്ടിംഗ് ആയിട്ട് സുരാജ് വെഞ്ഞാറമൂട്, അതുപോലെ തന്നെ തമിഴ് സംവിധായകനും നടനുമായ ചേരൻ, അദ്ദേഹവും വളരെ മികച്ച രീതിയിലുള്ളൊരു പെർഫോമൻസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പെർഫോമൻസ് വൈസ് യാതൊരുവിധ മീൻസ് നമുക്കൊന്നും പറയാനില്ല, പ്രത്യേകിച്ച് എടുത്തു പറയാനില്ല. പിന്നെ ഡ്യൂറേഷൻ കുറച്ചുകൂടെ ഒന്ന് കുറയ്ക്കാമായിരുന്നു എന്ന് എനിക്ക് വ്യക്തിപരമായി എനിക്ക് തോന്നി. ഫസ്റ്റ് ഹാഫിൽ ടൊവിനോ തോമസിൻ്റെ ഒരു കഥാപാത്രം ഫാമിലി ഡ്രാമയും കാര്യങ്ങളൊക്കെ കുറേ കൂടെ ഒന്ന് കുറയ്ക്കാമായിരുന്നു. കാരണം അദ്ദേഹം തുടക്കത്തിലൊരു PSC ടെസ്റ്റൊക്കെ എഴുതി കെയർ ഫ്രീ ആയിട്ട് നടക്കുന്ന ഒരു വ്യക്തി പിന്നീട് പോലീസിലേക്ക് ജോയിൻ ചെയ്യാൻ പോകുന്നു. മീൻസ് വേറെ നിവൃത്തിയില്ലാതെ തന്നെ കിട്ടിയ ജോലിയിലേക്ക് പോകുന്ന താല്പര്യമില്ലാതെ അങ്ങനെ പോകുന്നൊരു ആ ഒരു ഭാഗങ്ങളൊക്കെ കുറേ കൂടെ ഒന്ന് കട്ട് ഷോട്ട് ചെയ്യാമായിരുന്നു. പിന്നെ ഈ മുത്തങ്ങ സമരം ഇതെല്ലാം വളരെ നല്ല രീതിയിൽ അവർ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇമോഷണലി ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ആ രംഗങ്ങളെല്ലാം പോകുന്നത്.